അടുത്ത ലാബ് എക്സ്പെരിമെൻ്റ് അഡീഷനാണ്. അഡീഷൻ ഓഫ് ഹെക്സാഡെസിമൽ നമ്പേഴ്സാണ്. അതിൽ നമ്മൾ ആദ്യം തന്നെ ഒന്ന് അഡീഷൻ എങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് നമ്പേഴ്സിൻ്റെ അഡീഷൻ 8 ബിറ്റ് നമ്പേഴ്സാണ്. നമ്മൾ അതിനു മുമ്പ് ബൈനറി നമ്പേഴ്സിൻ്റെ അഡീഷൻ എങ്ങനെയാണെന്ന് അറിയണം നമ്മൾ. ബൈനറി നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം 0 ആണല്ലോ. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സ് എടുക്കുകയാണ്. അപ്പോൾ 1 + 1 ഇത് രണ്ട് ബൈനറി നമ്പർ ആണെങ്കിൽ 1 + 1 എപ്പോഴും 10 എന്നാണ് എഴുതുക. അതുപോലെ 1 + 0 എന്ന് പറഞ്ഞാൽ 1, 0 + 1 എന്ന് പറഞ്ഞാലും 1. ഇനി 2 ബിറ്റ് നമ്പേഴ്സാണെന്ന് വിചാരിക്കുക. ഇത്രയും നമ്മോട് കാണിച്ചത് 1 ബിറ്റ് നമ്പറാണ്. 2 ബിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ 1 1 അടുത്ത 2 ബിറ്റ് നമ്പർ 1 0 എന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം ഇത് രണ്ടും കൂടി കൂട്ടണം. 1ഉം 0 കൂടി കൂട്ടുമ്പോൾ 1 വരും. 1 + 1 എന്ന് പറഞ്ഞാൽ 1 0 വരും. ഇങ്ങനെയാണ് വരിക. ഇനി 3 ബിറ്റ് നമ്പേഴ്സ് എങ്ങനെ കൂട്ടുന്നു? 3 ബിറ്റല്ല, 3 2 ബിറ്റ് നമ്പേഴ്സ് 1 1 1 0 1 1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം തന്നെ 1ഉം 0 കൂടി കൂട്ടുമ്പോൾ 1 കിട്ടും. ആ 1ഉം ഈ 1ഉം കൂടി കൂട്ടും. അപ്പോൾ 1 0 കിട്ടും. 1 0 0ൽ 0 ഇവിടെ എഴുതും. ഇത് കിട്ടില്ല, നമുക്കൊരു ക്യാരി കിട്ടി. അതായത് ഇതാണ് 1ഉം കൂടി കൂട്ടുമ്പോൾ 1 0 കിട്ടുമല്ലോ. ഈ നമ്പർ നേരെ താഴെ എഴുതും, ഇത് ക്യാരി ആയിട്ട് എഴുതും. ഇങ്ങനെയാണ് ഇവിടേക്ക് ക്യാരി വന്നത്. ഈ മുകളിലേക്ക് ക്യാരി വന്നത് അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ 1 1ഉം കൂട്ടുമ്പോൾ 1 0 കിട്ടും. ഇപ്പോൾ ഒരു ക്യാരി ഇവിടെ വരും. പിന്നെ ആ 0യും 1ഉം കൂടി കൂട്ടും, 1 കിട്ടും. ആ 1ഉം ഈ 1ഉം കൂടി കൂട്ടും. അപ്പോൾ എന്ത് കിട്ടും? 1 0 കിട്ടും. അപ്പോൾ അവിടെ 0 എഴുതും, 1 എഴുതും. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 1 0, അത് ഡയറക്റ്റ് 1 0 എഴുതാം ലാസ്റ്റ് നമ്പർ ആകുമ്പോൾ. അപ്പോൾ 1 0 0 0 എന്ന് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് കൂട്ടിയ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. 1 1 1 0 1 1 ആ നമ്പേഴ്സ് കൂട്ടുമ്പോഴാണ് നമുക്ക് അങ്ങനെ കിട്ടുന്നത്. ഒരു നമ്പേഴ്സും സംശയം വരാണ്ടിരിക്കാൻ ഒരു നമ്പറും കൂടി വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ 3 ബിറ്റ് നമ്പർ കൂട്ടുക. 1 1 1 3 ബിറ്റ് നമ്പേഴ്സ് ഒന്ന് കൂട്ടി വെക്കാം. 1 1 1 1 0 1 ആണെന്ന് വിചാരിക്കുക. ഇത് കൂട്ടി വെക്കുമ്പോൾ 1ഉം 1ഉം 1 0 0 എഴുതും, ക്യാരി ഇവിടെ വരും. 1ഉം 1ഉം 1 0 ക്യാരി ഇവിടെ വരും. 0 + 0 0. 1ഉം 1ഉം 1 0 ക്യാരി ഇവിടെ വരും. 0 + 1 1 1. ഇതാണ് ആൻസർ വരിക. ഇന്ന് പ്രാക്ടീസ് ചെയ്താൽ എളുപ്പമാണ്. ഇനി വേറെ നമ്പേഴ്സ് വേണമെങ്കിൽ കൂട്ടാം. 1 0 0 0 1 1 1 0 0 + 0 0 0 + 1 1 0 + 1 1 1 + 1 1 0. ഇതാണ് ഇതിൻ്റെ ബേസിക്. രണ്ട് നമ്പേഴ്സിൻ്റെ അഡീഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ FE + 2A രണ്ട് നമ്പറാണെന്ന് വിചാരിക്കുക. ആദ്യം തന്നെ ഇതിനെ കൺവേർട്ട് ചെയ്യണം, ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ആദ്യം പഠിച്ചോണം 2⁻0 2⁻1 2⁻2 2⁻3 ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഇത് രണ്ട് 8 ബിറ്റായിട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഇത് ഈ രണ്ട് 4 ബിറ്റായിട്ട് ഇത് വരണം, ഇതിങ്ങനെ വരണം. അപ്പോൾ ആദ്യം നമ്മൾ ഈനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ 2⁻0 2⁻1 2⁻2 2⁻3 ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് എഴുതണം. വാല്യൂസ് എന്ന് പറയണത് ഇത് 2⁻0 എപ്പോഴും 1 ആയിരിക്കും. ഏത് നമ്പറിൻ്റെയും എക്സ്പൊണൻഷ്യൽ 0 വന്നു കഴിഞ്ഞാൽ എക്സ്പൊണൻറ്റ് 0 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. പിന്നെ ഏത് നമ്പറിൻ്റെയും എക്സ്പൊണൻറ്റ് 1 വന്നു കഴിഞ്ഞാൽ ആ നമ്പർ തന്നെയായിരിക്കും. ഇപ്പോൾ 2 ഇത്
നമ്മൾ സ്ക്വയർ ചെയ്യുക. 2 × 2 4, 2 × 2 × 2 8, അത്രയും കഴിഞ്ഞ്. ഇത് ആദ്യത്തെ 4 ബിറ്റ്. പിന്നത്തെ 4 ബിറ്റ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ 1 2 4 8 ഇങ്ങനെ വരും. ആദ്യം തന്നെ നമ്മൾ ആദ്യത്തെ നമ്പർ FE+2 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈനെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആദ്യം ഇ എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മൾ അറിയണം. അപ്പോൾ അതിങ്ങനെ എഴുതി വയ്ക്കുക. ആദ്യം നമ്മൾ ഹെക്സാഡെസിമൽ നമ്പർ 16 എഴുതാം. ആദ്യം 0 1 2 3 4 5 6 7 8 9 വരെ സെയിം ആണ്. പിന്നെ എഴുതേണ്ടത് A 10 എഴുതണം. B C D E E F ഇങ്ങനെ എഴുതാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ 9 വരെ സെയിം ആണ്. ബാക്കി എക്ക് 10 എഴുതാം, ബിക്ക് 11 12 13 14 15 എഴുതാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ ഇ എടുക്കുക. ഈ അറ്റത്തേക്ക് കൊണ്ടുവരിക. ഇ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15. ഇ എന്ന് പറഞ്ഞാൽ 14 കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? 8 4 12, 8 4 12, 12 2 14. അപ്പോൾ അവിടേക്ക് 1 ചേർക്കുക. 1 1 1 0. ഇനി എഫ് ആണ്. എഫ് എന്ന് പറഞ്ഞാൽ 15 ആണ്. 15 എപ്പോഴും എല്ലാം 1 ആണ്. 8 4 12 2 14 1 15. ഇപ്പോൾ 2 നമ്പേഴ്സ് കിട്ടി. പിന്നെ 2A. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണല്ലോ. ഈ 2 മാത്രം എഴുതിയാൽ മതി. അപ്പോൾ അത് മാത്രം 1 ആക്കുക. 0 0 0. ഇനി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. 8 2 10, 8 2 10, 8ഉം ഈ 2ഉം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 1 എഴുതാം. അപ്പോൾ നമുക്ക് വാല്യൂസ് കിട്ടി. ഇനി അത് അഡീഷൻ ചെയ്യണം. അതായത് അഡീഷൻ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമ്പേഴ്സ്, ബൈനറി നമ്പേഴ്സ് എഴുതാം. അതായത് FEയുടെ ബൈനറി നമ്പർ എഴുതാം. എഫിൻ്റെ 1 1 1 1, ഇയുടെ 1 1 1 0. ഇനി 2 എഴുതാം. 0 0 1 0. ഇനി എ എന്ന് പറഞ്ഞാൽ 10 1 0 1 0. ഈ പ്ലസ് ചെയ്യാം. പ്ലസ് ചെയ്യുമ്പോൾ 0 0 0 + 0 0, 1 + 1 1 0 ആണ്. അപ്പോൾ 1 + 1 0യുടെ 0 ഇവിടെ എഴുതും, ക്യാരി ആയിട്ട് 1 എഴുതും ഇവിടെ. ഇനി ഈ 1ഉം ഈ 1ഉം കൂടി നമ്മൾ ആഡ് ചെയ്യും. 1 + 1 1 0 ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്യാരി ഇവിടെ പോകും. ബാലൻസ് 0 ഒന്നുമില്ല. 0 + ഈ 0 കൂടി കൂട്ടും, 0 എഴുതും. പിന്നെ 1 + 1 1 0, അതിൻ്റെ ക്യാരി ഇവിടെ എഴുതും. പിന്നെ ഇവിടെ വന്ന 0 ഈ 1 കൂടി കൂട്ടും, ഇപ്പോൾ 1 എഴുതും. 1 + 1 1 0, ക്യാരി ഇവിടെ എഴുതും. 0 + 0 0. 1 + 1 1 0, 1 0യുടെ 1 ഇവിടെ എഴുതും. 0 കിട്ടിയതിന് 0 + 1 1 എഴുതും. 1 + 1 1 0, 1 ഇവിടെ എഴുതും. 0 0 + 0 0. ഇനി 1 + 1 1 + 1 1 0, 1 0 മൊത്തം എഴുതാം. ഇപ്പോൾ എങ്ങനെ കിട്ടും? 100 10 1000. ഇത് ഇനി ശരിയാണോ എന്ന് നമുക്ക് കാൽക്കുലേറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് കാൽക്കുലേറ്റർ എടുക്കുക. അവിടെ ഞാൻ കാൽക്കുലേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ? അതിനകത്ത് കാണാം. FE+2A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 0 0 1 0 1 0 0 0. ഓക്കെ, അപ്പോൾ അത് ശരിയാണ്. ഓക്കെ, ഇങ്ങനെയാണ് അഡീഷൻ ചെയ്യണത്. ഇപ്പോൾ വേറെ നമ്പറിൻ്റെ അഡീഷൻ നോക്കുകയാണ്. നമ്മളിപ്പോൾ BD + CA ഇങ്ങനെ 2 നമ്പറാന്ന് നോക്കിയാൽ, അപ്പോൾ BDയുടെ ആദ്യം ചെയ്താൽ B എത്രയാണ്? 11 ആണ്. 11 കിട്ടണമെങ്കിൽ 8ഉം
2 10 1 11. അപ്പോൾ ബി ആദ്യം എഴുതാം. 11 8 2 10 1 11 ബാലൻസ് 0 എഴുതാം. പിന്നെ ബൈനറി ഇക്വലൻ്റായി, ബിക്ക് ഇക്വലൻ്റായ ബൈനറി. ഈ ഡി എന്ന് പറഞ്ഞാൽ 13 8 4 12 1 13 ബാലൻസ് 0 എഴുതാം. ഇനി സി എന്ന് പറയുന്നത് 12 സി 12 എന്ന് പറഞ്ഞാൽ 8 4 12 ബാക്കി 0 കൊടുക്കുക. ഇനി ഉള്ളത് എ ആണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 2 10. അപ്പോൾ 1 0 1 0. ഇപ്പോൾ 2 ബൈനറി നമ്പേഴ്സ് ഇട്ട് ഇനി അത് ആഡ് ചെയ്താൽ മതി. 1 0 1 1 1 1 0 1. ഇത് ബി ഡി ആണ്. ഇനി സി എഴുതാം. 1 1 1 0 0 1 0 1 0 എന്ന് എഴുതും. പ്ലസ് ചെയ്യും. 1 0 1 പ്ലസ് 0 1 0 പ്ലസ് 1 1 1 1 പ്ലസ് 0 1. ഇനി ഈ നമ്പർ വെക്കാം. 1 പ്ലസ് 1 എന്ന് പറഞ്ഞപ്പോഴും 1 1 പ്ലസ് 1 എപ്പോഴും 1 0 ആണ്. അപ്പോൾ ഈ നമ്പറിൽ 1 പ്ലസ് 1 അതിൽ ഈ 0 ഈ ഫസ്റ്റ് 0 ഉണ്ടല്ലോ, ആ 0 ഇവിടെ എഴുതാം. അത് കഴിഞ്ഞ് ക്യാരി ഈ 1 ഉണ്ടല്ലോ, അതും ഈ അടുത്ത നമ്പറിൻ്റെ കൂടെ എഴുതണം. വീണ്ടും 1 പ്ലസ് 1 1 0 1 ക്യാരി 1 ഇവിടെ എഴുതും. 0 ഈ 1 0ൽ 0ൻ്റെ കൂടെ ഈ 0 കൂടി കൂട്ടും, 0 എഴുതും. 1 പ്ലസ് 1 1 0 1 ക്യാരി ഇവിടെ എഴുതും. 0 പ്ലസ് 0 0 എഴുതും. 1 പ്ലസ് 0 1 1 പ്ലസ് 1 0 1 എഴുതും. 1 പ്ലസ് 1 1 0 ക്യാരി ഇവിടെ ഉണ്ട്. 0 പ്ലസ് 1 1 ഈ 1 ഇറക്കി എഴുതും. ഇതിൽ 1 എത്ര ബിറ്റ് ഉണ്ട് നോക്കാം. 1 2 3 4 5 6 7 8 9 ബിറ്റ് ഉണ്ട്. നമ്മുടെ 8 ബിറ്റ് മൈക്രോ കൺട്രോളറാണ്. ഈ 1 അപ്പോൾ ക്യാരി ഫ്ലാഗിൽ സെറ്റാവും. സി വൈ എന്നൊരു ഫ്ലാഗ് ഉണ്ടായിരുന്നു, അതിൽ സെറ്റാവും ക്യാരി വന്നതുകൊണ്ട്. അത് പ്രോഗ്രാം സാറ്റിസ്ഫൈഡിൽ ഒരു സ്പേസ് ഉണ്ട് അതിന് വേണ്ടി. ഇത് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കാം. അത് ബി ഡി പ്ലസ് സി ആണല്ലോ നമ്മൾ ചെയ്തത്. അപ്പോൾ ബി ഡി അത് അടിക്കുക കാൽക്കുലേറ്ററിൽ. ബി ഡി പ്ലസ് സി എവിടെയാണ്, സി എ. ഇനി ഇതിപ്പോൾ എക്സിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മളത് ബൈനറിലേക്ക് കണ്ടിട്ടുണ്ട്. ഈ ബൈനറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. 1 1 0 0 0 0 1 1 1 സെയിം ആണോ നോക്കാം. 1 1 0 0 0 0 1 1 1. അപ്പോൾ അത് ശരിയാണ്. അങ്ങനെയാണ് ഇത് കാൽക്കുലേഷൻ. ഇതൊന്ന് ചെയ്ത് പഠിക്കണം കേട്ടോ, എന്നാലേ കറക്റ്റാവുള്ളൂ. ഇനി വേറൊരു നമ്പറും കൂടി നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ബൈനറിയിൽ ഹെക്സിൽ 9, അതായത് ഇപ്പോൾ ഈ നമ്പേഴ്സ് ഒന്ന് വെച്ച് ചെയ്ത് നോക്കാം. 67 പ്ലസ് 54 വിചാരിക്കുക. ഇത് എക്സ് ആണ് കേട്ടോ, എക്സ് നമ്പറാണ്. അപ്പോൾ നമ്മളതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആദ്യം 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 2 6 4 2 6 അപ്പോൾ 1 1 ബാക്കി 0. പിന്നെ 7 എന്ന് പറഞ്ഞാൽ 4 2 6 7 1 2 3 4 2 4 2 6 7. ഇനി 54 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 1 5 4 1 5 ബാക്കി 0 ഇടാം. 4 എന്ന് പറഞ്ഞാൽ 4 മാത്രം, 4 നേരെ മാത്രം കൊണ്ടിടാം, ബാക്കി 0 ഇടാം. ഇനി ഇത് ആഡ് ചെയ്യാം. 0 1 1 0 0 1 1 1 0 1 0 1 0 1
0 0. നേരത്തെ പറഞ്ഞാണ് 1 + 0 1 1 + 0 1 1 + 1 1 0. അപ്പോൾ 0 എഴുതാം, അതിൽ ക്യാരി മുകളിലേക്ക് എഴുതാം. 1 + 0 + 0 1 1 0 + 1 1 1 + 0 1 1 + 1 1 0. 1 ഇവിടെ എഴുതാം, 0 1. ഇതിപ്പോൾ 8 ബിറ്റ് തന്നെ, ക്യാരി വന്നിട്ടില്ല. ക്യാരി വരാത്തതുകൊണ്ട് ക്യാരി ഫ്ലാഗ് സെറ്റ് ആവില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ബൈനറി. ഇനി വേണേൽ ഹെക്സിലേക്ക് കൺവേർട്ട് ചെയ്യാം കേട്ടോ, ഇതിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ നമ്പറിൽ ഇതിപ്പോൾ 8 8ഉം 8ഉം 2ഉം 10 11 11 എന്ന് പറഞ്ഞാൽ ഏതാ? 11 എന്ന് പറഞ്ഞാൽ ബിയാ. ഇത് 8 2 10 1 11 BB എന്ന് കിട്ടുമോ? BB ചെയ്ത് നോക്കാം, കാൽക്കുലേറ്റർ ഒന്ന് ചെയ്ത് നോക്കാം. 67 + 54 67 + 54 60 എക്സിലേക്ക് മാറ്റണം. അത് 67 + 54 BBT. ഓക്കെ, സിമ്പിളാണ്, ചെയ്താൽ മതി ഇതുപോലെ.